മോളെ ശ്രീമായേ, നിന്റെ സാരി ആ ചാരുവിനൊന്ന് കൊടുക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ നീ അവൾക്കൊന്നും കൊടുക്കണ്ട. ഉച്ച തിരിഞ്ഞ് 3 മണിയോടടുത്തു. ആരൊക്കെയോ കാറിൽ വന്നിറങ്ങുന്നത് അകത്ത് നിന്ന് ചാരുലതയ്ക്ക് കേൾക്കാമായിരുന്നു. നീ ഇവിടെ നിൽക്കുവാണോ? അങ്ങോട്ട് ചെല്ല്, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്കടി. ചെറിയമ്മയുടെ ഉറക്കെയുള്ള അട്ടഹാസം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അത് ചെറിയമ്മേ, എനിക്ക് അയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ആകെ വയസ്സ് ചെന്ന പോലെ. ഹാ, എന്നാ പിന്നെ എൻ്റെ പൊന്നു മോള് ഇവിടെ തന്നെ കുത്തിയിരുന്നു. കൊണ്ടുപോകാൻ വരും രാജകുമാരൻ. തള്ളയും തന്തയും ചത്തു. ഇപ്പോഴും നോക്കിയിരിക്കോ അസത്ത്. വേഗം അങ്ങോട്ട് ഒരുങ്ങി വാ പെണ്ണേ. ചെറിയമ്മയുടെ തീരുമാനത്തിൽ മറുത്തൊന്നും പറയാനാകാതെ അവൾ ഈറനായ മിഴികൾ തുടച്ചു. അവൾ തനിക്കായി കട്ടിലിൽ കൊണ്ടുവച്ച് പോയ സാരി മടിച്ചു മടിച്ച് കൈകളിലെടുത്തു. എത്ര വട്ടം കൊതിച്ചതാ വെള്ളയിൽ പൂക്കളുള്ള ഈ സാരിക്ക് വേണ്ടി. മറ്റൊന്ന് വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞു കാണും, അല്ലാതെ ചേച്ചി ഇത് തന്നു വിടില്ല. അവൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു. തനിക്ക് സ്വന്തമായി ആരുമില്ല, ഒന്നും വാങ്ങിത്തരാനും തന്നെ മകളായി കണ്ട് സ്നേഹിക്കാനും. ഭിത്തിയിൽ തൂങ്ങിക്കിടന്ന തൻ്റെ അച്ഛനമ്മമാരുടെ മുഖം നോക്കി അവൾ കരഞ്ഞു. ഏറെ നേരം അതിലേക്ക് തന്നെ നോക്കി നിൽക്കവെയാണ് വാതിൽക്കൽ ചെറിയമ്മയുടെ വിളി കേട്ടത്. നിലക്കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖം കരഞ്ഞ് കൺമഷിയൊക്കെ പടർന്നിരിക്കുന്നു. മിഴികൾ തുടച്ച് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയുകയാണെന്ന് അവൾ ഓർത്തു. കേട്ടോ ബ്രോക്കറെ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ഒരു ദുഃഖം അറിയിക്കാതെയാ ഞാനവളെ വളർത്തിയത്. എൻ്റെ മക്കളെ പോലും ഇത്ര കണ്ട് ഞാൻ സ്നേഹിച്ചിട്ടില്ല. ബെറ്റിലെ ചുണ്ണാമ്പ് മുറുക്കി ചവച്ചുകൊണ്ടവർ പറഞ്ഞു. അല്ല, സുഭദ്രാമ്മയുടെ മക്കളൊക്കെ എവിടെയാ? ഒരാളുണ്ട് ഇവിടെ, ശ്രീമായ. ആ ദേ, ഇതാ എൻ്റെ മോള് മായ. അവർ തൻ്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ കെട്ടിപ്പിടുത്തത്തിൽ ചതുർത്ഥി തോന്നിയ മകൾ അല്പം അയഞ്ഞു നിന്നു. അമ്മയ്ക്ക് വെറ്റില മുറുക്കുന്നു നിർത്തിക്കൂടെ? ആരും കേൾക്കാതെ അവൾ ചോദിച്ചു. ഇനി ഒരു മോള് കൂടിയുണ്ട്, ശ്രീരഞ്ജിനി. അവളിവിടെയില്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. സുഭദ്രാമ്മയുടെ മക്കളൊക്കെ നല്ല നിലയിലാണല്ലോ. ചാരുലതയെ പിന്നെന്താ പഠിക്കാനൊന്നും വിടാഞ്ഞത്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അവൾ ഇതുപോലെ പഠിക്കൊന്നുമില്ല, വെറുതെ കാശ് കളയാൻ. ബ്രോക്കറുടെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു. അപ്പോഴാണ് പിന്നിൽ ഒരു കാലൊച്ച കേട്ടത്. കയ്യിലിരിക്കുന്ന സ്റ്റീൽ പാത്രം അവളെപ്പോലെ തന്നെ കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ചെന്ന് കൊടുക്കുമെണ്ണേ. ചെറിയമ്മ വിരുന്നുകാർക്ക് മുന്നിലേക്ക് ചാരുവിനെ ഉന്തി തള്ളിവിട്ടു. ടീപ്പോയിൽ ചായ ഗ്ലാസുകൾ നിരത്തി വെക്കുമ്പോൾ അറിയാതെ പോലും അവളുടെ കണ്ണുകൾ കെട്ടാൻ പോകുന്ന ചെക്കന് നേരെ നീണ്ടില്ല. അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും, നമുക്ക് മാറിക്കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, പുറത്ത് ഇഷ്ടം പോലെ സ്ഥലം കിടക്കല്ലേ, അതാകുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും കിട്ടുകയും ചെയ്യും. എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു. മുറ്റത്ത് പടർന്നു പന്തലിച്ച പനിനീർ ചാമ്പയുടെ ചുവട്ടിൽ രഘുനാഥ് തൻ്റെ പുതിയ റിസ്റ്റ് വാച്ചിലേക്ക് കണ്ണു നട്ടു നിന്നു. ലജ്ജ കലർന്ന മുഖത്തോടെ തനിക്ക് മുന്നിലേക്ക് വന്ന ചാരു എന്ന പെൺകുട്ടിയെ അയാൾ വളരെ ഇഷ്ടത്തോടെ നോക്കി. ചാരു എന്നാണല്ലേ പേര്? ഒട്ടും ഗൗരവം വിടാതെ അയാൾ ചോദിച്ചു. ഇയാളെന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഒരുപാട് വട്ടം ഇയാളെ കണ്ടിട്ടുണ്ട്. എവിടെയെന്നവൾ ചോദിച്ചില്ല. തീർത്തും മൗനമായിരുന്നു അവളിൽ. അയാൾ തുടർന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ദേവിക്ക് മാല ചാർത്തുന്ന തന്നോട് എന്തെന്നില്ലാത്ത ഒരു കൗതുകവും ഇഷ്ടമൊക്കെ ആയിരുന്നു എനിക്ക്. അവിടുത്തെ പൂജാരി പറഞ്ഞാണ് അറിഞ്ഞത് തനിക്ക് ചെറിയമ്മ അല്ലാതെ മറ്റാരും ഇല്ലെന്നും തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചെന്നും. അപ്പോൾ മുതൽ തന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് തോന്നി. അനുകമ്പ തോന്നിയിട്ടല്ല കേട്ടോ, ശരിക്കും ഇഷ്ടമായിട്ടാണ്. പിന്നെ ഈ രൂപം നോക്കണ്ട, ഇത് വെറും വെച്ചുകെട്ടാണ്. ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു നിർത്തി. വെച്ചുകെട്ടോ? അവൾ അറിയാതെ അവളുടെ നാവിൽ നിന്ന് ശബ്ദം ഉതിർന്നു. അതെ, നിന്നെ സ്വന്തമാക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് തോന്നി. ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ ഞാൻ നിന്നെ വിവാഹം ആലോചിച്ച് വന്നിരുന്നു. അന്ന് ചെറിയമ്മ നിന്നെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നിന്റെ കരച്ചിൽ ഉച്ചത്തിൽ എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടു. ആൾക്കാരെ വശീകരിച്ച് മയക്കുന്നവളെന്നും പറഞ്ഞ് നിന്നെ അന്ന് പൊതിരെ തല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു നിമിഷം മനസ്സിൽ കുറിച്ചിട്ടതാണ്, നിന്നെ എൻ്റെ ജീവൻ്റെ പാതിയാക്കുമെന്ന്, വാശിയോടെ അവർക്ക് മുന്നിൽ നിൽക്കുമെന്ന്. അയാൾ തൻ്റെ നരച്ചു എണ്ണ വറ്റിയ താടിയും മുടിയും ഇളക്കി മാറ്റി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ അവൾ ചുറ്റിലും നോക്കി. പേടിക്കണ്ട, ബ്രോക്കർക്കറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ചെറിയമ്മയും നിൻ്റെ ചേച്ചിയും അറിയില്ല ഒന്നും. വാക്ക്. ഞാൻ പോവാം, ഇനി നിൽക്കണില്ല. പക്ഷേ ദിവസവും മുടങ്ങാതെ അമ്പലത്തിൽ വരും. ഈ മുഖം ഒരു നോക്ക് കാണാൻ. അതിന് മാത്രം തടസ്സം പറയരുത്. അവൾ താടി ഉയർത്താതെ ചെറുതായി പുഞ്ചിരിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ പുഞ്ചിരി.
ആരായിരുന്നടി അവൻ? അപ്പോൾ രണ്ടും ചേർന്ന് നാടകം കളിക്കായിരുന്നല്ലേ? വീടിനുള്ളിലേക്ക് കയറിയതും പുറം പൊള്ളി അടരണ മാതിരി ചൂലും കൊണ്ടുള്ള അടി പിന്നിൽ നിന്ന് കിട്ടി. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അയ്യോ ചെറിയമ്മേ, എനിക്കറിയില്ല അയാൾ ആരാണെന്ന്. സത്യമായിട്ടും എനിക്കറിയില്ല. എല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട ശ്രീമായയാണ് രഹസ്യങ്ങൾ അവരുടെ കാതിലെത്തിച്ചത്. ഇന്ന് മുഴുവൻ പച്ചവെള്ളമില്ല, ഇവിടെ കിടക്ക്. നിന്നെ അവൻ കൊണ്ടുപോകുന്നത് ഞാനൊന്ന് കാണട്ടെ. സ്റ്റോർ റൂമിലേക്ക് അവളെ തള്ളിവിട്ട് പുറത്തുനിന്ന് പൂട്ടി കീയുമായി അവർ നടന്നകന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അമ്പലമുറ്റത്ത് കാത്തുനിന്ന് അയാൾ ഇന്നും ഏറെ വിഷമത്തോടെ മടങ്ങി. അപ്പോഴാണ് ദേവിയുടെ തിരുസന്നിധിയിൽ ഒരു ബഹളം കേട്ടത്. തറയിൽ വീണുകിടന്ന ആ പെൺകുട്ടിയെ അയാൾക്കേറെ പരിചിതം തോന്നി. അവൾ കൊണ്ടുവന്ന പൂമാല ദേവിയുടെ കഴുത്തിൽ അപ്പോഴും വാട്ടം തട്ടാതെ കിടപ്പുണ്ടായിരുന്നു. മുട്ടുകുത്തി അവളെ വീണ്ടും നോക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ചാരു, എന്താ പറ്റിയത്? തൻ്റെ മുഖത്തെന്താ ഇത്രയും ക്ഷീണം? എനിക്ക് ഇത്തിരി ഭക്ഷണം വാങ്ങിത്തരാമോ? എല്ലാവരും ചുറ്റിലും നിന്ന് ഒഴിഞ്ഞു പോയതും അവൾ തീരെ അവശതയോടെ ചോദിച്ചു. കുടിച്ചു തീർത്ത വെള്ളത്തിൻ്റെ ബോട്ടിൽ അയാൾ ആൽത്തറയിൽ വെച്ച് അവളെ തൻ്റെ ചുമരിലേക്ക് ചേർത്ത് ചായപ്പീടികയിലേക്ക് നടന്നു. നീ ഇന്ന് ഒന്നും കഴിച്ചില്ലായിരുന്നോ? ചുറ്റിലും ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ശ്രദ്ധിക്കാതെ ദോശയും ചമ്മന്തിയും ആർത്തിയോടെ വാരി കഴിക്കുന്ന അവളെ കണ്ട് അയാൾക്ക് സഹതാപം തോന്നി. വീട്ടിൽ കൊണ്ടുചെന്നാക്കട്ടെ? ചെറിയമ്മ അന്വേഷിക്കില്ലേ? വേണ്ട, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്. എനിക്കിനി അവിടേക്ക് പോകാൻ വയ്യ. പിന്നെ എവിടെ പോകും ഈ സന്ധ്യയ്ക്ക്? ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. എന്നെ കൂടി കൊണ്ടുപോകണം. യാചനയോടെ അവൾ അയാൾക്ക് മുന്നിൽ കൈകൂപ്പി. എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിലേക്ക് അയാൾ ആഹ്ലാദത്തോടെ നോക്കി. എന്നെ കൂടി കൊണ്ടുപോയിക്കൂടെ? ഞാൻ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിച്ചോളാം. എൻ്റെ ദേവിയെ, ഈ കേൾക്കണത് സത്യമാണോ? അയാൾക്ക് സന്തോഷം കൊണ്ട് അവളെ പുണരണമെന്ന് തോന്നി. ഞാനിപ്പോൾ വരാം. അയാൾ സന്തോഷത്തോടെ അമ്പല നടകൾ കയറി. ഇക്കാലം അത്രയും കഴിച്ച പുഷ്പാഞ്ജലികളൊന്നും വെറുതെ ആയില്ലല്ലോ. നട കയറാൻ തുടങ്ങിയതും നാലമ്പലത്തിൽ മണി മുഴങ്ങുന്നത് കേട്ടു ഇരുവരും. അയാൾ തിരിഞ്ഞു നിന്ന് അവളെ കൈനീട്ടി വിളിച്ചു. അപ്പോഴേക്കും പകലത്തെ സൂര്യൻ അന്തി ചോന്ന് തുടങ്ങിയിരുന്നു. പക്ഷികൾ ചേക്കേറാനായി പറന്നകന്നു. രഘുനാഥ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ നടകൾ ആവേശത്തോടെ കയറി തുടങ്ങി. ഒരിക്കലും തീരാത്ത ആ ജീവിത നൈർമല്യത്തിനായി. ഇനി ഒരിക്കലും തൻ്റെ പെണ്ണിൻ്റെ കണ്ണുകൾ നിറയാതിരിക്കാൻ അയാൾ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.